ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ എൻഗേജ്മെൻറ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എൻബേബിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ പ്രൈമർ നമ്മൾ പോസുള്ള ഏരിയാസിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മേക്കപ്പ് നന്നായി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഇൻസൈഡിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ പിമ്പിൾസ് മാർക്സ് ഉണ്ട്, അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ കറക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബൈബയുടെ ഒരു കൺസീലറാണ്, ലിക്വിഡ് കൺസീലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡാർക്ക്നെസ് ഉള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് നന്നായിട്ട് പിമ്പിൾ മാർക്സ് ഉള്ള കാരണം ഞാൻ നന്നായിട്ട് തന്നെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസീലർ അപ്ലൈ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പാടുകൾ ഉണ്ടെങ്കിൽ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നന്നായിട്ടൊരു ഫിനിഷ് ലുക്ക് കിട്ടും. കാരണം നമ്മൾ എൻഗേജ്മെൻറ്റ് ലുക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് നന്നായി കവറേജ് വേണം. അതിനായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായി ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആയിട്ട് കണ്ണിൻ്റെ താഴെയും മുകളിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കൺസീലർ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കുറച്ച് ഡാർക്കറാണ്, കണ്ണിൻ്റെ താഴെ മുകളിലൊക്കെ കുറച്ച് ഡാർക്ക് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ ഫൗണ്ടേഷനോ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ബ്ലെൻഡിങ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഫൗണ്ടേഷനൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായി പെർഫെക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മറ്റേ കണ്ണിലും ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ചാനലിൻ്റെ ഫൗണ്ടേഷനും മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം ഞങ്ങളുടെ ഷെയ്ഡ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഇത്തിരി ലൈറ്ററാണ്, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ലുക്ക് ആയ കാരണം ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് എടുത്തതാണ്. അപ്പോൾ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കും. പുട്ടി അടിച്ച ഫീൽ ഉണ്ടാവില്ല, എന്നാലോ നന്നായിട്ട് ബ്രൈറ്റായി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നോർമൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷെയ്ഡിനേക്കാൾ ഒരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയാണ് നല്ലത്. എന്നിട്ട് ഫൗണ്ടേഷൻ ഇങ്ങനെ ഡോട്ട് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാവും. ഞാനിവിടെ ഫൗണ്ടേഷൻ കുറച്ച് ഹെവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഡോട്ട് ആക്കിയിട്ടിട്ടാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ബ്ലെൻഡിങ് മറക്കരുത്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് എത്ര സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യുമോ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഞാൻ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും അപ്പം നമ്മുടെ നെക്കും കൂടി മറക്കരുത് കേട്ടോ. മെയിനായിട്ട് നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. ചെവിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ചെവിയിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ കളർ ഡിഫറൻസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്കിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നെക്കിലും ചെവിയിലും അപ്ലൈ ചെയ്യണം. ഞാൻ
കാണിക്കണില്ല. അപ്പോൾ ഞാനിവിടെ L18ൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡും ഇൻസൈറ്റിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണത്. എന്നിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു മസ്കാര കേട്ടോ, നന്നായിട്ട്